1.5 വർഷമായി ബ്ലോഗിൻ്റെ ഫീൽഡിലേക്ക് വേണ്ടി ബ്ലോഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ഒരു ബ്ലോഗ് കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഫസ്റ്റായിട്ടാണ് ഒരാൾക്കൊരു മോശം അനുഭവം ഉണ്ടാകുന്നതും അവരവരെ ഫീൽഡ് ഞാൻ കാരണം നിർത്തുന്നതും. അന്നേരം ആ സമയത്ത് ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പം നിലവിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ കാരണം ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ്, ഇഷ്ടം കൊണ്ടല്ലാണ്ട് ഒരു വ്യക്തിയും ആ ഫീൽഡിലേക്ക് വരില്ല. അതായത് ഡ്രൈവിംഗ് ഫീൽഡ്. ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം, ഇന്ന് രാത്രിയോടുകൂടി കുന്നത്തുർപ്പാടി കഴിഞ്ഞു. ഇന്ന് രാത്രിയല്ല, വ്യാഴാഴ്ച രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തെ കുന്നത്തുർപ്പാടി ഉത്സവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതായത് നാളെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക്, വ്യാഴാഴ്ച രാവിലെ 7 മണിക്കത്തേക്ക് കുന്നത്തുർപ്പാടി ഉത്സവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി മാത്രമേ രാത്രിത്തെ പരിപാടിയുള്ളൂ. അന്നേരം ഈ കുന്നത്തുർപ്പാടി മഹോത്സവം എല്ലാവർക്കും നല്ല ഓർമ്മയാണ്. എനിക്ക് മാത്രം ഒരു മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കാരണം ഒരു ചെക്കനും അവൻ്റെ ഫീൽഡ് നിർത്തി, ഡ്രൈവിംഗ് ഫീൽഡ് നിർത്തി. പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ ഒരു വിലയിരുത്തലിരുത്താൻ വേണ്ടി പാടില്ല. ഞാൻ കുറച്ചും കൂടി അന്വേഷിക്കണേ ആ വണ്ടി എങ്ങനെയാണ് മറിഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാൻ കാരണം ഓനോൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് നിർത്തി. ഞാൻ വിളിച്ച് സംസാരിച്ചു, ഓനിക്ക് എന്ത് ചെയ്തിട്ടും ഇനി ആ ഫീൽഡ് തുടരാൻ വേണ്ടി താല്പര്യമില്ല എന്ന് പറയുന്നു. നാട്ടുകാരെന്നല്ല, ഇവിടെ ഉണ്ടായ വ്യക്തികൾ, ഇത് നാട്ടുകാരാണെന്ന് ആൾക്കാർ വന്നു പോകുന്നില്ലേ, ആരാന്ന് നമുക്കറിയില്ലല്ലോ. അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ കാരണമാണ്. ആ ചെക്കൻ, ആ വണ്ടി ഓടിച്ച വ്യക്തി അവൻ്റെ ഫീൽഡ് ഇല്ലാണ്ടാക്കുമെന്ന്. ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം, ഇന്ന് രാത്രിയോടുകൂടി കുന്നത്തുർപ്പാടി കഴിഞ്ഞു. ഇന്ന് രാത്രിയല്ല, വ്യാഴാഴ്ച രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തെ കുന്നത്തുർപ്പാടി ഉത്സവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതായത് നാളെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക്, വ്യാഴാഴ്ച രാവിലെ 7 മണിക്കത്തേക്ക് കുന്നത്തുർപ്പാടി ഉത്സവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി മാത്രമേ രാത്രിത്തെ പരിപാടിയുള്ളൂ. അന്നേരം ഈ കുന്നത്തുർപ്പാടി മഹോത്സവം എല്ലാവർക്കും നല്ല ഓർമ്മയാണ്. എനിക്ക് മാത്രം ഒരു മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കാരണം ഒരു ചെക്കനും അവൻ്റെ ഫീൽഡ് നിർത്തി, ഡ്രൈവിംഗ് ഫീൽഡ് നിർത്തി. പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ ഒരു വിലയിരുത്തലിരുത്താൻ വേണ്ടി പാടില്ല. ഞാൻ കുറച്ചും കൂടി അന്വേഷിക്കണേ ആ വണ്ടി എങ്ങനെയാണ് മറിഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാൻ കാരണം ഓനോൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് നിർത്തി. ഞാൻ വിളിച്ച് സംസാരിച്ചു, ഓനിക്ക് എന്ത് ചെയ്തിട്ടും ഇനി ആ ഫീൽഡ് തുടരാൻ വേണ്ടി താല്പര്യമില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആ ബസ് ഈടുന്നാണ് മാറ്റമുണ്ടായത്. അന്നേരം ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഏട്ടാ എന്നാ പറ്റിയത്. അന്നേരം പറഞ്ഞ് കയറ്റത്തിന് ബേക്കെന്തോ ആയിട്ട് ഇറങ്ങിപ്പോയതാ, ഡ്രൈവറും അവരെ എക്സ്പീരിയൻസ് കുറവെന്ന് ആ രീതിയിൽ നാട്ടുകാരെന്നല്ല, ഇവിടെ ഉണ്ടായ വ്യക്തികൾ, ഇത് നാട്ടുകാരാണെന്ന് ആൾക്കാർ വന്നു പോകുന്നില്ലേ, ആരാന്ന് നമുക്കറിയില്ലല്ലോ. അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ കാരണമാണ്. ആ ചെക്കൻ, ആ വണ്ടി ഓടിച്ച വ്യക്തി അവൻ്റെ ഫീൽഡ് ഇല്ലാണ്ടാക്കുകയെന്ന് പറയുമ്പോൾ ഇനി വണ്ടി എടുക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അന്നേരം അത് എന്നെ ഒരുപാട് ഇതാക്കി, വിഷമിപ്പിച്ചു. ഞാൻ അവനെ വിളിച്ചു, ഒരു വാക്കിനോട് ചൂടായില്ല. അവനോട് പറഞ്ഞു വെച്ചാൽ ഇനി മേലാൽ ഞാൻ വണ്ടി എടുക്കില്ല. ഞാൻ പറഞ്ഞു നീ എന്തായാലും നിർത്തര് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി അവൻ വണ്ടി എടുക്കില്ല എന്നാണ് എന്നോടും കൂടി പറഞ്ഞത്. അത് തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാണ് ഉള്ളത്. എൻ്റെ ഒരു വീഡിയോ കാരണം ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഒരു മോശപ്പെട്ടൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതുവരെ എല്ലാവർക്കും മെച്ചം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കടേൻ്റെ ആയാലും എന്തിൻ്റെ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മെച്ചം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ ഇഷ്ടപ്പെടുന്നൊരു ഫീൽഡ് ആ വ്യക്തി നിർത്തുമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ആരും അങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നവരല്ല. അവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല, പൈസ നോക്കിയിട്ട് വരുന്നവരല്ല, അവർ ഇഷ്ടം കൊണ്ട് വരുന്നവരാണ്. അന്നേരം ആ വ്യക്തി അവൻ്റെ ഇഷ്ടം ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പം എനക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ കാരണം അവൻ്റെ ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡ് അവൻ ഒഴിവാക്കുകയോ ചെയ്യും. അന്നേരം അത് തന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. ഞാൻ വിളിച്ച് കുറേ പറഞ്ഞു, അവൻ ഒഴിവാക്കുക തന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൻ ഇനിയും വണ്ടി എടുക്കൂല എന്ന് തന്നെ അവനും പറയുന്നത്. അത് ഞാൻ എൻ്റെ വീഡിയോ കാരണം ഫസ്റ്റായിട്ട് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകും. അത് ഇവിടുന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞ് ഫുള്ള് തെറ്റാണ്. അതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്.